ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 2026 മാർച്ച് SSLC എക്സാമിനേഷൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ 1 അഥവാ മലയാളത്തിൻ്റെ ആൻസർ കീ ആണ്. ഓക്കെ, നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. 1 മുതൽ 4 വരെ ചോദ്യങ്ങളുടെ ശരിയുത്തരം തിരഞ്ഞെടുത്തെഴുതുക എന്നാണ് അല്ലേ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഗുണവും അനവധി ദോഷമായതു സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ. ഹംസത്തിൻ്റെ ഈ വാക്കുകളിലെ ആശയം എന്തെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ, ദോഷങ്ങൾ ഗുണമാക്കി മാറ്റണം. ഓപ്ഷൻ ബി, ഗുണങ്ങൾ ദോഷമായി തീരുന്നു. ആൻസർ അപ്പോൾ ഏതാണ്? ഗുണങ്ങൾ ദോഷമായി തീരുന്നു എന്നതാണല്ലേ. ഇവിടെ എന്താണ്? നമ്മൾ പഠിച്ചു സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പാഠഭാഗത്ത് എന്താണ്? ചില സാഹചര്യങ്ങൾ എന്താണ്? നന്മയായി കരുതുന്ന കാര്യങ്ങൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്? വിപരീത ഫലം നൽകി ദോഷമായി മാറാം എന്ന അർത്ഥത്തിലാണല്ലേ ഹംസം ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിനാൽ ഞാനത് 150 പേർക്ക് വിതരണം ചെയ്തു, അന്നത്തെ മോക്ഷം. ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് എന്തെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് എന്താണ്? അതെ, നവമാധ്യമങ്ങളിലെ സജീവമായ ഇടപെടലുകളാണല്ലേ. എന്താണ് ആൻസർ? നവമാധ്യമങ്ങളിലെ സജീവമായ ഇടപെടലുകൾ. അതായത് അന്നത്തെ മോക്ഷം എന്ന പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, ഒരു സന്ദേശമോ ചിത്രമോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നതിനെയാണല്ലോ ഇവിടെ വിതരണം ചെയ്തു എന്ന് പരിഹാസ രൂപേണ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മൂന്നാമത്തെ ചോദ്യം, ചുവടെ പിരിച്ചെഴുതിയവയിൽ ശരിയായത് ഏതെല്ലാം? നീർച്ചുഴി, നീർ പ്ലസ് ചുഴി. നീർ പ്ലസ് ചുഴി എന്നല്ലേ വരിക? യെസ്, നീർ പ്ലസ് ചുഴി. നീർച്ചുഴി, അത് ശരിയാണല്ലേ, അത് ശരിയാണ്. ദെൻ തൊട്ടപ്പുറത്ത്, തൊട്ട് പ്ലസ് പുറത്ത്. പെരുമ പ്ലസ് അത് ശരിയാണല്ലേ. ഇനി തമ്മിൽ, തമ്മിൽ, അതും ശരിയാണ്. തൊട്ടപ്പുറത്ത് എന്നാണ് എങ്ങനെയാ വരേണ്ടത്? തൊട്ട് പുറത്ത് എന്നാണോ വരേണ്ടത്? അല്ലല്ലേ, തൊട്ട് പ്ലസ് അപ്പുറത്ത് എന്നാണല്ലേ വരേണ്ടത്. തൊട്ട് പ്ലസ് അപ്പുറത്ത് എന്നാണ് വരേണ്ടത്. അപ്പം ആൻസർ നമുക്ക് ഏതൊക്കെയാണ് കിട്ടുക? ഇവിടെ നോക്കൂ, 1ഉം 2ഉം ശരിയാണ്, 2ഉം 3ഉം ശരിയാണ്, 1ഉം 3ഉം 4ഉം ശരിയാണ്. അപ്പം അതാണല്ലേ ആൻസർ വരുന്നത്. 1ഉം 3ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നാലാമത്തെ ചോദ്യം, എന്താ കണ്ണടച്ചിരിക്കണേ? പെൺകുട്ടി ചോദിച്ചു. കാണുകയാണ്. കണ്ണടച്ചിരുന്നാൽ കാണും. വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല. ഈ നോവൽ സന്ദർഭത്തിന് യോജിച്ച പ്രസ്താവന ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എന്താ പറയുന്നത്? കണ്ണടച്ചിരുന്നാൽ ഒന്നും കാണാനാവില്ല. ഓപ്ഷൻ ബി, മനസ്സുകൊണ്ട് എല്ലാം കാണാൻ കഴിയും. ഓപ്ഷൻ സി, കണ്ണുണ്ടായാൽ പോരാ, കാണണം. ഓപ്ഷൻ ഡി, ഒന്നും കാണാൻ ആഗ്രഹമില്ല. ആൻസർ എന്താണ്? മനസ്സുകൊണ്ട് എല്ലാം കാണാൻ കഴിയും എന്നുള്ളതാണല്ലേ ആൻസർ. ഓപ്ഷൻ ബി, മനസ്സുകൊണ്ട് എല്ലാം കാണാൻ കഴിയും. അതായത് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന നോവലിൽ എന്താണ്? ബാഹ്യമായ കാഴ്ചയിലേക്ക് ഉൾക്കാഴ്ചയ്ക്കോ ഭാവനയ്ക്കോ ഉള്ള പ്രാധാന്യമാണല്ലോ ഇവിടെ ഈ വരികൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, മനസ്സുകൊണ്ട് എല്ലാം കാണാൻ കഴിയും. ഓക്കെ, ഇത് നെക്സ്റ്റ് 5 മുതൽ 7 വരെ ചോദ്യങ്ങൾക്ക് 3ഓ 4ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് 5ാമത്തെ ചോദ്യം നോക്കാം. പേനയും പടവാളും ശാസ്ത്രവും പ്രേമത്തിൻ്റെ ഗാനശൈലിയുമായി സഞ്ചരിക്കുന്നു നിത്യം പ്രയാണം. അപ്പം മനുഷ്യ പുരോഗതിയെ വരികളിൽ കവി അവതരിപ്പിച്ചിരുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമല്ലേ ആൻസർ. 3ഓ 4ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അധികം വിശദീകരിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഉത്തരം ഒന്ന് പറയാം. അതായത് ഇവിടെ എന്താണ്? മനുഷ്യ പുരോഗതിയെ ഈ വരികളിൽ കവി അവതരിപ്പിക്കുന്നുണ്ട് അല്ലെ. മനുഷ്യ പുരോഗതിയെയാണ് അവതരിപ്പിക്കുന്നത്. വൈവിധ്യമാർന്ന ശക്തികളുടെ സംഗമം, അഥവാ അറിവിൻ്റെ പ്രതീകമായിട്ടുള്ള പേനയും അതുപോലെ തന്നെ എന്താണ് കരുത്തിൻ്റെ പ്രതീകമായിട്ടുള്ള പടവാളും യുക്തിയുടെയും വളർച്ചയുടെയും അടയാളമായിട്ടുള്ള ശാസ്ത്രവും ഒത്തുചേരുന്നതാണ് യഥാർത്ഥ പുരോഗതി എന്നാണല്ലേ കവി വരികളിലൂടെ വ്യക്തമാക്കുന്നത്. അതായത് നിരന്തരമായ പ്രയാണം, നിത്യം എന്ന പദത്തിലൂടെ മനുഷ്യരാശിയുടെ വികാസം ഒരു തുടർച്ചയായ പ്രക്രിയയാണെന്നും കലയും ശാസ്ത്രവും വീര്യവും പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്നു എന്നും കവി ഇവിടെ സമർത്ഥിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകുമല്ലോ. ഓക്കെ, ഇതിന് 6ാമത്തെ ചോദ്യം നോക്കാം. പറയൂ മലകളെ മരങ്ങളെ കുറുമരെ കുറിച്ചിരെ നിങ്ങൾ ആകെ എത്ര ജീവി? ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. വർത്തമാനകാല സമൂഹത്തിൽ മനുഷ്യത്വമില്ലാത്ത സമീപനം ഈ വരികളിൽ കണ്ടെത്തി എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം വർത്തമാനകാല സമൂഹത്തിലെ മനുഷ്യത്വമില്ലാത്ത സമീപനം തന്നെയാണല്ലേ നമുക്ക് ഈ വരികളിലൂടെ പ്രതിഫലിക്കുന്നത്. മനുഷ്യരെങ്ങനെയാണ് പ്രകൃതിയെയും മനുഷ്യരെയും അവരുടെ സഹജമായ മൂല്യങ്ങൾക്ക് പകരം വെറും എന്താണ് ഡിജിറ്റൽ അളവുകോലുകൾ കൊണ്ട് അളക്കുന്ന രീതിയെ ഇവിടെ കവി
പരിഹസിക്കുകയാണല്ലേ. GB എന്ന സാങ്കേതിക പദത്തിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ആധുനിക സമൂഹം എല്ലാത്തിനെയും എന്താണ് ഡാറ്റയാണോ വെറും വിവരങ്ങളായോ മാത്രം കാണുന്ന മനുഷ്യത്വമില്ലാത്ത വരികളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുണ്ടാകുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദുർബലമായ തണ്ടിൽ തിമിർന്നു നിൽക്കാൻ പാടുപെടുന്ന മുഖം താഴ്ത്തിപ്പിടിച്ച് 2 ആമ്പൽപ്പൂക്കളിലേക്ക് നോക്കി നൂർ മുഹമ്മദ് നെടുവീർപ്പിട്ടു. വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല. പെൺകുട്ടിയുടെ മാനസികാവസ്ഥ അവതരിപ്പിക്കുന്നതിൻ്റെ ഔചിത്യം വ്യക്തമാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? അതായത് ദുർബലമായി തണ്ടിൽ നിലനിൽക്കാൻ പാടുപെടുന്നതും മുഖം താഴ്ത്തിപ്പിടിച്ചതുമായ ആമ്പൽപ്പൂക്കള പെൺകുട്ടിയുടെ അന്നത്തെ ദയനീയമായ മാനസിക അവസ്ഥയെയാണല്ലേ സൂചിപ്പിക്കുന്നത്. അതായത് ആ പൂക്കളുടെ നിസ്സഹായാവസ്ഥ കാണുമ്പോൾ എന്താണ് നൂർ മുഹമ്മദിന് തോന്നുന്ന നെടുവീർപ്പ് ആ പെൺകുട്ടിയോടുള്ള അദ്ദേഹത്തിൻ്റെ കനിവും ആകുലതയും ഒക്കെ ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ടല്ലേ. ഓക്കെ, നെക്സ്റ്റ്. അല്ലെങ്കിൽ നോക്കൂ, അയാൾ ചെറുതായൊന്നു ഞെട്ടിപ്പോയി. അയാൾ കുളിക്കാൻ പോയി. 2 വാക്യത്തിലും പോയി എന്ന പദത്തിന് ഒരേ അർത്ഥമാണോ വ്യക്തമാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒരേ അർത്ഥമല്ലല്ലോ ഇവിടെ. അയാൾ ചെറുതായൊന്ന് ഞെട്ടിപ്പോയി എന്നുള്ളിടത്ത് എന്താണ് ഇവിടെ പോയി എന്നത് എന്താണ്? ഒരു ഓക്സിലറി വെർബ് അഥവാ സഹായക ക്രിയയാണല്ലേ. ഇതൊരു പെട്ടെന്നുള്ള ഭാവമാറ്റത്തെയോ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ അയാൾ കുളിക്കാൻ പോയി എന്നുള്ളതോ ഇവിടെ പോയി എന്നത് എന്താണ്? ഒരു പ്രധാന ക്രിയയാണ്. ഇതൊരു സ്ഥലത്തേക്കുള്ള ചലനത്തെയോ പ്രവൃത്തിയെയോ ആണ് അർത്ഥമാക്കുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ 5 അരപ്പുറത്തിൽ കവിയാതെ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഈ ലോകത്തിൽ അവനെ തിരിച്ചറിഞ്ഞ ഒരാളേ ഉള്ളൂ, അത് അവൻ്റെ അച്ഛനാണ്. സ്കൂളിൽ അവന് കൂട്ടുകാരില്ല. തേൻ നൽകിയിരിക്കുന്ന സൂചനയും പാഠഭാഗവും വിശകലനം ചെയ്ത് തേൻ എന്ന സിനിമയിലെ അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ സവിശേഷതകളെ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൽ കർണസുഖം ഞാൻ പറയുകയില്ല ആരോടും. എഴുത്തച്ഛൻ്റെ വരികളാണല്ലേ. ഇവിടെ ഹിതം അർത്ഥം നൽകിയിട്ടുണ്ട്. ഇഷ്ടം, ലഘുത്വം, നിസാരത. ഒരുത്തർക്കും ലഘുത്വത്തെ വരുത്തുവാൻ മോഹമില്ല, ഒരുത്തനും ഹിതമായി പറവാനും ഭാവമില്ല. കുഞ്ചൻ നമ്പ്യാരുടെ വരികളും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 2 കാവ്യഭാഗങ്ങളിലെയും ജീവിത വീക്ഷണം താരതമ്യം ചെയ്ത് എന്ത് ചെയ്യണം? നമ്മൾ കുറിപ്പ് തയ്യാറാക്കണം അല്ലേ. ഇവിടെ തേൻ നോക്കൂ, തേൻ എന്ന സിനിമയിലെ അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ സവിശേഷതകൾ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാകുമല്ലോ. നമുക്കറിയാം എന്താണ് ഈ ലോകത്തിലെ ബാലനെ യഥാർത്ഥമായി തിരിച്ചറിയുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആരായിരുന്നു? അവൻ്റെ അച്ഛനായിരുന്നല്ലേ. മറ്റുള്ളവർ അവരെ അവഗണിക്കുമ്പോൾ അച്ഛൻ എന്ത് ചെയ്തു? അവൻ്റെ ലോകത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നുണ്ട്. സ്കൂളിൽ സഹപാഠികളോ സുഹൃത്തുക്കളോ ഇല്ലാത്ത ആ കുട്ടിയുടെ ഏക സൗഹൃദവും വഴികാട്ടിയും ആരായിരുന്നു? അച്ഛൻ തന്നെയായിരുന്നല്ലേ. അപ്പോൾ സമൂഹം അവനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലല്ല, മറിച്ച് എന്താണ് അച്ഛൻ നൽകുന്ന സ്നേഹത്തിലും അംഗീകാരത്തിലുമാണ് ആ കുട്ടിയുടെ ലോകം നിലനിൽക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടാകുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? നമുക്ക് 2 കവിതാവിലെ വരികൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ 2 കാവ്യഭാഗങ്ങളിലെയും ജീവിത വീക്ഷണം താരതമ്യം ചെയ്ത് നമ്മളോട് കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാകുമല്ലോ. ഇവിടെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഹിതം എന്നുള്ളത് ഇഷ്ടം, ലഘുത്വം, നിസാരത എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കറിയാം മനുഷ്യൻ്റെ പെരുമാറ്റത്തെയും സ്വഭാവത്തെയും കുറിച്ചുള്ള 2 വ്യത്യസ്തമായ ഉദാത്തമായ കാഴ്ചപ്പാടുകളാണ് ഇവിടെ 2 കവികളും പങ്കുവെക്കുന്നതല്ലേ. എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിലൂടെ എന്താണ് കർണൻ്റെ വാക്കുകളിലൂടെ സത്യസന്ധതയും സൗമ്യതയുമാണ് ഇവിടെ പ്രകടമാകുന്നത്. ഇതൊരു മനുഷ്യന്റെ ഉദാത്തമായ സ്വഭാവ മഹിമയും മറ്റൊരാളെ മാനസികമായി വേദനിപ്പിക്കാത്ത സമീപനത്തെയും സൂചിപ്പിക്കുന്നു. ഇനി കുഞ്ചൻ നമ്പ്യാർ ഈ വരികളിലൂടെ എന്താ പറയുന്നത്? ഒരാളെയും നിസ്സാരനായി കാണാനോ ആരെയും മോശമായി ചിത്രീകരിക്കാനോ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണല്ലേ ഈ വരികളിലൂടെ നമ്പ്യാർ വ്യക്തമാക്കുന്നത്. അതായത് ആർക്കെങ്കിലും ഹിതമായി എന്ന് പറഞ്ഞാൽ ഇഷ്ടത്തിനായിട്ടല്ലേ, ആർക്കെങ്കിലും ഇഷ്ടത്തിനായി മാത്രം സംസാരിക്കുന്ന ശീലം തനിക്കില്ലെന്ന് പറയുന്നതിലൂടെ ആ വ്യക്തിത്വത്തിൻ്റെ കരുത്തും ആത്മഗൗരവവുമാണ് ഇവിടെ വെളിവാകുന്നത് അല്ലേ. പിന്നെ എന്ത് ചെയ്യാം, നമുക്കിത് താരതമ്യം ചെയ്ത് അതായത് എഴുത്തച്ഛൻ്റെ സ്നേഹത്തിലും സൗമ്യതയിലും ഊന്നിയിലുള്ള പെരുമാറ്റത്തിന് മുൻഗണന നൽകുമ്പോൾ കുഞ്ചൻ നമ്പ്യാർ എന്താണ് ആരുടെയും സ്വാധീനത്തിന് വഴങ്ങാത്തതും ആരെയും ചെറുതാക്കാത്തതുമായ നീതിബോധത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. രണ്ടുപേരും എന്താണ് മനുഷ്യർക്കിടയിൽ പുലർത്തേണ്ട അന്തസ്സും മൂല്യബോധവും തന്നെയാണ് 2 രീതിയിൽ വ്യക്തമാക്കുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു താരതമ്യ കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടാവുമല്ലോ. ഇനി നോക്കൂ, ചുവടെ നൽകിയ ചോദ്യത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്.
നാട്ടുഭാഷകളെ ചവിട്ടിമെതിക്കുന്നതും പട്ടിണി കിടക്കുന്നതും എനിക്ക് അസഹനീയമാണ്. വിദേശ മാധ്യമം നമ്മുടെ കുട്ടികളെ സ്വന്തം മണ്ണിൽ പ്രായോഗികമായി വിദേശീയരാക്കിയിരുന്നു. മഹാത്മാഗാന്ധിയുടേതാണല്ലേ. ഇത് നോക്കൂ, പ്രകാശ് രാജിന്റെ വാക്കുകൾ നോക്കൂ. നഗര കേന്ദ്രീകൃത വിദ്യാലയങ്ങളിൽ മാതൃഭാഷയെ കയ്യും കാലും കെട്ടി മൂലയിലിരുത്തിക്കുകയാണ്. വീടുകളിലും അത് തന്നെ ഗതി. ഇനി കാർട്ടൂൺ സചിത്രൻ പേരാമ്പ്ര. മാതൃഭാഷ അമ്മയാണ്, അന്നമാണ്. ബാക്കി അടുത്ത വർഷം ഇതേ ദിവസം കേൾക്കാം. അപ്പം മുകളിൽ നൽകിയ നിരീക്ഷണങ്ങളും കാർട്ടൂണുകളും വിശകലനം ചെയ്ത് മാതൃഭാഷ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക എന്നാണല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉപന്യാസമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ എന്താണ്, നിങ്ങൾ വിശദീകരിച്ച് നല്ല വൃത്തിയിൽ എഴുതുക തന്നെ വേണം അല്ലേ. അപ്പോൾ ഉപന്യാസം എങ്ങനെയാണ് എഴുതേണ്ടതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പം മാതൃഭാഷ നേരിടുന്ന വെല്ലുവിളികൾ എന്നൊരു ടൈറ്റിൽ കൊടുക്കാം. എന്നിട്ട് എഴുതാം, മാതൃഭാഷ കേവലം ആശയവിനിമയത്തിന് ഉപാധിയല്ല, മറിച്ച് എന്താണ്, ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും ആധാരമാണ്. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ മലയാളം വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. വിദേശ മാധ്യമങ്ങൾ നമ്മുടെ കുട്ടികളെ സ്വന്തം മണ്ണിൽ പ്രായോഗികമായി വിദേശികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മഹാത്മാഗാന്ധി നിരീക്ഷിച്ചിട്ടുണ്ട്. മാതൃഭാഷയെ ചവിട്ടിമെതിക്കുന്നതും പട്ടിണി കിടക്കുന്നതും അസഹനീയമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. നഗരകേന്ദ്രീകൃതമായ വിദ്യാലയങ്ങളിൽ എന്താണ്, മാതൃഭാഷയെ കയ്യും കാലും കെട്ടി മൂലയിലിരുത്തിയിരിക്കുന്ന അവസ്ഥയാണെന്ന് പ്രകാശ് രാജ് വ്യക്തമാക്കുന്നു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ അതിപ്രസരം മാതൃഭാഷയോടുള്ള താല്പര്യം കുറയാൻ കാരണമായിട്ടുണ്ട്. ഇനി വിദ്യാലയങ്ങളിൽ മാത്രമല്ല, എന്താണ്, വീടുകളിലും മാതൃഭാഷയുടെ ഗതി ഇത് തന്നെയാണെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. ഇനി കാർട്ടൂണിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്, മാതൃഭാഷ അമ്മയാണ്, അന്നമാണ് എന്ന് ഗംഭീരമായി പ്രസംഗിക്കുന്നവർ പോലും എന്ത് ചെയ്യാണ്, അതൊരു ചടങ്ങായിട്ട് മാത്രം ഒതുക്കുകയാണ് അല്ലേ. അടുത്ത വർഷം ഇതേ ദിവസം പ്രസംഗിക്കാൻ മാത്രമായിട്ട് അവരെന്ത് ചെയ്യുന്നു, ഭാഷാ സ്നേഹത്തെ മാറ്റിവെക്കുന്ന കാപട്യമാണല്ലേ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതുപോലെ കാര്യങ്ങളൊക്കെ എഴുതി നിങ്ങൾ ഉപന്യാസം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് എന്താണ്, ആസ്വാദനമാണല്ലേ. ആശയം, ആസ്വാദനാംശങ്ങൾ, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് കവിതാഭാഗത്തിന് ആസ്വാദനം തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓണം. മാനം തെളിഞ്ഞു മഴ നിലച്ചു, ഓണമെല്ലാടവും പൂവിരിച്ചു, പാലാണു പെയ്തതെന്നെല്ലിച്ചൊൽവു ചേലാർന്ന തുമ്പ മലർക്കുടങ്ങൾ. അപ്പോൾ കവിത കൂടും കിളിയും, വൈലോപ്പിള്ളിയുടെ കൂടും കിളിയും നമുക്കറിയാത്ത വേർഡ്സിൻ്റെ മീനിങ്സ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അല്ലൽ, ദുഃഖം, അഭിമതം, ഇഷ്ടം, അങ്കണം, മുറ്റം, അല്ലേ, ഇരുട്ട്. അപ്പോൾ ഒരു ആസ്വാദനക്കുറിപ്പിൻ്റെ മാതൃക പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതിയിട്ടുണ്ടാകുമല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ ആനന്ദിക്കുന്ന ഓണക്കാലത്തിൻ്റെ വരവിനെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുകയാണ് വൈലോപ്പിള്ളി ശ്രീധരൻ മേനോൻ ഓണം എന്ന കവിതയിലൂടെ. മഴ മാറി മാനം തെളിയുന്നതോടെ പ്രകൃതി പൂവണിയുന്നു. തുമ്പപ്പൂക്കൾ മുറ്റത്ത് നിറഞ്ഞു നിൽക്കുന്നത് ആകാശത്തു നിന്നും പാല് പെയ്തിറങ്ങിയതാണോ എന്ന് കവി അതിശയിക്കുന്നു. മുക്കുറ്റിപ്പൂക്കളെ പൊന്നിൻ തുള്ളികൾ എന്നാണ് കവി ഇവിടെ വിശേഷിപ്പിക്കുന്നത്. മുറ്റത്ത് വീണ കിടക്കുന്ന ഈ മഞ്ഞപ്പൂക്കൾ ഐശ്വര്യത്തിൻ്റെ അടയാളമായിട്ട് തീരുന്നു. ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും അകറ്റുന്ന ആനന്ദത്തിൻ്റെ ഒരു പൊൻകതിർ മാത്രം മതിയാകുമെന്നും കവി വിശ്വസിക്കുന്നു. അതിൻ്റെ സമകാലിക പ്രസക്തി നമുക്ക് എന്ത് എഴുതാം, അതായത് ദാരിദ്ര്യവും പ്രയാസങ്ങളും അനുഭവിക്കുന്ന മനുഷ്യർക്ക് പ്രത്യാശയുടെയും ഒത്തുചേരലിൻ്റെയും സന്ദേശമാണല്ലേ കവിത നൽകുന്നത്. പ്രകൃതിയുമായുള്ള മനുഷ്യൻ്റെ ആഴത്തിലുള്ള ബന്ധം ഈ വരികളിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ എഴുതി നിങ്ങൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് എക്സാം എളുപ്പമായിരുന്നല്ലേ. ഓക്കെ, അപ്പോൾ ഓരോ കൂട്ടുകാരും നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബായ്.